മണിച്ചേട്ടൻ്റെ ഒരു ജീവിത കഥ അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെതെന്ന് നമുക്ക് അവകാശപ്പെടാവുന്നൊരു കഥ സിനിമയായി വന്നു. അതിന് ശേഷം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നാണ്. അന്ന് ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ടെങ്കിലും ആ ചിത്രത്തിൽ ആ റോൾ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായ നമ്മുടെ സഹപ്രവർത്തനായിട്ടുള്ള സെന്തിൽ എന്ന് പറയുന്ന രാജാമണി സെന്തിലിനാണ്. സെന്തിൽ അദ്ദേഹത്തെ ഓർക്കുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മണിച്ചേട്ടൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വിനയൻ സാറ് ഒരുക്കിയ സിനിമയായിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി. അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയത് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നടന്ന എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമായിരുന്നു. അതിനവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട വിനയൻ സാറിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അഭിനയം മാത്രമല്ല, പാട്ടായാലും ഡാൻസ് ആയാലും സ്റ്റേജ് പരിപാടികളായാലും അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളായാലും എല്ലാ കാര്യങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം സ്വാധീനം നേടിയ ഒരാളാണ് മണിച്ചേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ സിനിമയിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരേ സമയം അതൊരു അവസരവുമാണ്, എന്നാൽ അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ ഞാൻ നന്നായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അത് പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ചു. അതിലൊരുപാട് സന്തോഷം. മണിച്ചേട്ടൻ്റെ വിയോഗം നമുക്കെന്നും ഒരു തീരാ നഷ്ടമാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് സിനിമകളിലൂടെ, ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ, ഒരുപാട് പാട്ടുകളിലൂടെ നമ്മളെ ഒരുപാട് രസിപ്പിച്ചേനെ. അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയാഞ്ജലി നേരുന്നു. വിനയൻ സാറിൻ്റെ ഈ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചു, അനിയനായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ മാനസികാവസ്ഥയൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല ഇന്നും അല്ല. മണിച്ചേട്ടൻ്റെ കാര്യത്തിൽ രാമകൃഷ്ണൻ ഒരു ഇമോഷണൽ തലത്തിൽ വളരെ വീക്കാണ്. വേറൊരു ഭയങ്കര മൈൻഡ് സെറ്റിലാണ്. അത് നമുക്ക് ആ തകർച്ച എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അന്ന് മാർച്ച് 6, 2016 മാർച്ച് 6 നിന്ന് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. അല്ലടാ, അത് പിഷു എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ അവൻ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ തന്നെ അതായത് നമ്മൾ അടുത്ത ഈ രാമകൃഷ്ണനേക്കാളും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പരിചയപ്പെട്ട നമ്മൾ സുഹൃത്തുക്കൾക്ക് തന്നെ നമ്മൾ പോലും മനസ്സുകൊണ്ട് അവനിപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു നാദർശക്ക് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറെ പറഞ്ഞു. ഇപ്പൊ നാദർശക്ക് ഒരു ദിവസം പറഞ്ഞുകൊണ്ട് ഇപ്പൊ മണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം വരുന്നു, വർത്താനം പറയാനും ഇരിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ധൈര്യം എഴുന്നവൻ ശരിക്കും നമ്മള് ഫ്രണ്ട്സിന് ഒരു ആത്മവിശ്വാസം, അതായത് അവനൊരു ധൈര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മണിയേക്കാൾ ഒരുപാട് സീനിയറാണ് അശോകൻ ചേട്ടൻ. സെലിം കുമാറിനാണെങ്കിലും എനിക്കാണെങ്കിലും അശോകൻ ചേട്ടനാണെങ്കിലും ദിലീപിനാണെങ്കിലും ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ചാണല്ലോ ഒരുപാട് ഷോസ് പോയിട്ടുണ്ടല്ലോ. ആ ഒരു ചങ്കുറ്റ, അതായത് ചാലക്കുടിയിൽ ഞങ്ങളുടെ ഒരാളുണ്ട്, എന്തിനും ഞങ്ങൾക്ക് ബലത്തിനൊരാളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അത്ര അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം, നാഷണൽ അവാർഡ്, ജൂറി പുരസ്കാരം, സംസ്ഥാന അവാർഡ് ഒക്കെ കിട്ടുന്ന ആ ലെവലിലുള്ള പ്രകടനങ്ങളിലേക്ക് പിന്നീട് അദ്ദേഹം എത്തി. 4-5 സംസ്ഥാനങ്ങളിൽ 4-5 ഭാഷകളിൽ ഒക്കെ ഉള്ള വലിയ വലിയ പ്രകടനങ്ങളിലേക്ക് പോയി. രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാമകൃഷ്ണൻ ഇപ്പോൾ ആദ്യം പറഞ്ഞു മണിച്ചേട്ടൻ്റെ അനിയൻ എന്ന് പറയുന്നത് കുറേ നാള് വലിയ പ്രിവിലേജുമാണ്, കുറേ നാള് രാമകൃഷ്ണന് വലിയ ബാധ്യതയുമാണ്. രാമകൃഷ്ണൻ ഇപ്പൊ പാടുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, മണിച്ചേട്ടൻ പോകുന്ന വഴികളിലല്ല രാമകൃഷ്ണൻ പിന്നീട് പോയത്. അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അവിടെ പോയില്ല, പാട്ട് പാടുന്നില്ലെന്ന് പറഞ്ഞു. പൂർണ്ണമായി പാട്ട് വിനയൻ സാറ് പറഞ്ഞിട്ട് ആ പടത്തിൽ ഇപ്പൊ പാടിയിരിക്കുന്നത് ഞാനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ പടത്തിന് വേണ്ടി പാടിയത് ഞാനായിരുന്നു. ഓർമ്മയിലെന്നും